നമ്മൾ എന്തിനാ ഒരു സ്ഥലത്ത് പള്ളി വേറെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് സലഫികൾ ഒരു പള്ളി ഉണ്ടാക്കുന്നത്? ആ സ്ഥലത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണോ? അല്ല, കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ്. കാരണം മുത്ത് മുസ്തഫയോട് സ്നേഹമുണ്ട്. മുത്ത് മുസ്തഫയുടെ പള്ളിയിൽ വന്ന ആർക്കെങ്കിലും വെള്ളിയാഴ്ച അവിടുന്ന് മിമ്പറിൽ വെച്ച് നടത്തിയ ഉപദേശം മനസ്സിലാകാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ? ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആരെയാ സ്നേഹിക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ച് നടത്തിയ ഏതെങ്കിലും ഒരു ഖുത്ബ ആ പള്ളിയിൽ വന്ന സഹാബത്തിന് മനസ്സിലാകാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അതാ സലഫികൾ പറയുന്നത്. ഏത് ഭാഷ എന്നതല്ല, ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അധ്യാപകന്മാര് അധ്യാപനം നിർത്തിവെക്കണം, കച്ചവടക്കാര് കച്ചവടം ഒഴിവാക്കണം, വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തണം, ജോലിക്കാര് ജോലി നിർത്തിവെക്കണം. എന്നിട്ട് പള്ളിയിൽ അവർ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ചുകൂടൽ നിർബന്ധമാണ്. സ്ത്രീകൾക്കും വരാൻ കഴിഞ്ഞാൽ നല്ലത്, എന്നാൽ പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല. അവർക്കും വന്നാൽ അത് മതി, പിന്നെ അന്ന് ളുഹർ വേറെ നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെ അവരും വരട്ടെ. എന്നിട്ടതാ ഇമാം മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ആഴ്ചതോറും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന നേരത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ ശ്രദ്ധിച്ച് ആ പ്രസംഗം ശ്രവിക്കണം, ആ ഖുത്ബ കേൾക്കണം. അതായിരുന്നു മുത്ത് മുസ്തഫയുടെ ഉപദേശം, അതായിരുന്നു മുത്ത് മുസ്തഫയുടെ ഖുത്ബയുടെ രീതി. അതിനെ പിൻപറ്റുന്നു സലഫികൾ. എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥ സലഫികളെന്നും ഞങ്ങളാണ് അഹ്ലുസുന്ന എന്നും പറയുന്ന കമ്പനിയുടെ പള്ളിയിലേക്ക് കയറിയാലോ താഴെയും മുകളിലുമൊക്കെ സിനിമാ കഥ പറയുകയാണ്, ഉറക്കം തൂങ്ങുകയാണ്, മറ്റു വർത്തമാനം പറയുകയാണ്. കാരണം ഖതീബ് ഒരു ഏട് നിവർത്തിയിട്ട് ഇങ്ങനെ എന്തോ ഒച്ചയുണ്ടാക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കേട്ടവർക്കൊന്നും മനസ്സിലായില്ല, പറഞ്ഞു ഓതിയ മുസ്ലിയാർക്കും മനസ്സിലായില്ല. ജുമാ പിരിഞ്ഞു മടങ്ങിപ്പോകുമ്പോ എന്തേ ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല, നല്ല ഒച്ചുള്ള ഉസ്താദായിരുന്നു എന്ന് പറയും. വേറെന്തോ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇതാ മുത്തുനബിയുടെ പള്ളിയിലെ ജുമാ അല്ല. ഹബീബിന് സ്നേഹമുണ്ടോ? ജുമാ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകണം. അതുപോലെ ഈ പള്ളിയിലതാ ഞാൻ നമ്മുടെ ഈ തൊട്ടടുത്ത് ഈ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ ഈ സുണ്ടിക്കൊപ്പയിലുള്ള ഈ മുജാഹിദി സലഫി മസ്ജിദ്, അതെ ഇവിടെ ആഴ്ചതോറും ജനങ്ങൾക്കതാ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട് ദീന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു മിമ്പറിൽ വെച്ച്. അതെ, അതുപോലെ തന്നെ ഹബീബിന്റെ പള്ളിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വഖത്തിനും പെണ്ണുങ്ങൾ വരാറുണ്ട്. അവിടുന്ന് വരരുതെന്ന് പറഞ്ഞ് നിഷിദ്ധമാക്കിയിട്ടില്ല, പാടില്ല, നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും സ്ത്രീകൾക്ക് സമയമുള്ളപ്പോൾ നിസ്കാരത്തിന് വരാം, ജുമാക്ക് പങ്കെടുക്കാം, അവരും ഉപദേശങ്ങൾ കേൾക്കട്ടെ. അവർക്കും സംവിധാനമുണ്ട്. ലോകത്ത് പ്രത്യേകതയുള്ള 3 പള്ളികളാണ് ലോകത്തുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി, 2 മസ്ജിദുൻ നബവി മദീനത്തെ പള്ളി, 3ാമത്തെ പള്ളി ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ. 3 പള്ളിയിലും അന്ന് മുതൽ ഇന്ന് വരെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഇതാ സലഫികൾ പറയുന്നത്. സൗകര്യമുള്ള ഒരു പൊയ്ക്കോട്ടെ, നിങ്ങൾ പാടില്ല എന്ന് പറയില്ലേ? കള്ളു കുടിക്കും പോലെ ഹറാമാണ്, പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, മൗലൈമാർക്ക് പെണ്ണുങ്ങളെ വളകിലിക്കം കേട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഈ സലഫികളെ തെറി പറയുന്നത്, പരിഹസിക്കുന്നത്? അള്ളാന്റെ ഹബീബിനോട് സ്നേഹമുണ്ടോ? ഹബീബ് കൊടുത്ത അനുവാദപ്രകാരമാണ് ഞങ്ങൾ സലഫികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നത്. എന്നാൽ അവരെ നിർബന്ധിച്ച് പോടി പള്ളിയിൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. സൗകര്യം ഉണ്ടെങ്കിൽ പോട്ടെ.